നമസ്കാരം, ഞാൻ ലക്ഷ്മി. ഇതുവരെ ബേക്കിങ്ങിൻ്റെ ബേസിക്സൊക്കെ പല എപ്പിസോഡുകളിലായി ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ഒരു ബേസിക് കുക്കീസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള കുക്കീസാണ്. ഇതിന് ബേക്കിംഗ് അറിയണം എന്നൊന്നുമില്ല, ആർക്കും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടും ബേക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാനിലും ബേക്ക് ചെയ്യാൻ പറ്റും. 2 പാൻ ഉണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവരുടെയും 2 പാൻ ഉണ്ടാവണം എന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനിന്ന് ഉപ്പിട്ടിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. മുമ്പ് പല എപ്പിസോഡുകളിലും പാനിൽ എങ്ങനെയാണ് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണണം എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ മെത്തേഡിലും നിങ്ങൾക്ക് ഇതേ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുമ്പേ ഞാൻ തന്നതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ബേക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആദ്യം ഈ വീഡിയോ പ്ലേ ആവുമ്പോൾ നിങ്ങൾക്കത് പോസ് ചെയ്യാനോ ബാക്ക് അടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആദ്യം പ്ലേ ആവുമ്പോൾ നിങ്ങളത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഈ വീഡിയോയുടെ താഴെയായിട്ട് ലൈവ് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും ചാറ്റിലൂടെ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ വീഡിയോ സാധാരണ പോലെ തന്നെ പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം, ബാക്കിലേക്കൊക്കെ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ ഏത് മധുരമാണോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ശർക്കര പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എടുക്കാനായിട്ട്. ഇപ്പോൾ ശർക്കര ബ്ലോക്കായിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങില്ലേ, അങ്ങനെയുള്ളതാണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഗ്രേറ്ററിൽ വെച്ചിട്ട്. അപ്പോൾ അത് 1/2 കപ്പ് എടുക്കുക. കൽക്കണ്ടം വേണമെങ്കിൽ എടുക്കാം, കൽക്കണ്ടം പൊടിച്ചെടുത്താൽ മതി. പനങ്കൽക്കണ്ടാണെങ്കിലും വൈറ്റ് കൽക്കണ്ടാണെങ്കിലും മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്വീറ്റ്നറാണെങ്കിലും ഇപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. പഞ്ചസാര പോലെയുള്ള ഇതാണെങ്കിൽ പൊടിച്ചിട്ടെടുക്കുക. ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ മെഷറിംഗ് കപ്പിന് പകരമായിട്ട് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ടേബിൾ സ്പൂൺ ഉണ്ടാവാറുണ്ട്, അതിൽ മെഷർമെൻറ്റ് എടുത്താൽ മതി. അതൊരു ടേബിൾ സ്പൂണാണ്. അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂൺ, അങ്ങനെ ഇത് 9 ടേബിൾ സ്പൂണാണ് ഈ ഒരു ജാഗറി പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സ്വീറ്റ്നറാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അളവ് കുറച്ചൊക്കെ മാറും. എന്നാലും 8-9 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ 10 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ ഷുഗർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫാറ്റാണ്. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ. 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 1/2 കപ്പ് വരും. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കോക്കനട്ടിൻ്റെ ഫ്ലേവർ മുമ്പിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത്. പരമാവധി റിഫൈൻഡ് അല്ലാത്ത ഓയിലുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. 1/2 കപ്പ്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഷുഗറിലേക്ക്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഷുഗറും ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ വിസ്ക് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തടിത്തവിയോ അല്ലെങ്കിൽ ഫോർക്ക്, വീട്ടിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും രണ്ടും കൂടി മിക്സ് ആവുമ്പോൾ. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ 3 തിക്കായി വന്നു തുടങ്ങി രണ്ടും കൂടി ചേർന്നപ്പോൾ. അപ്പോൾ അതുപോലെ ഒന്ന് തിക്കായിട്ട് വരണം. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉരുക്കാതെ ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഉരുക്കി ചേർത്തുകൊണ്ടാണ് അങ്ങനെ ക്രീമി ആയിട്ട് വരില്ല, കുറച്ചൊന്ന് തിക്കായി വരികയാണ് ചെയ്യുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആകെയുള്ള പണി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ കുറച്ച് നേരം എടുത്ത് തന്നെ നമ്മൾ ഷുഗറും ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏതാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫ്ലോർ ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി അരിച്ചു വെച്ചതാണ് 3-4 പ്രാവശ്യം. എങ്കിലും ഒരു പ്രാവശ്യം കൂടി അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പ വെച്ച് അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അരിച്ചു വെച്ചതാണെങ്കിൽ വീണ്ടും അരിക്കണം എന്നില്ല, ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്താൽ വളരെ നല്ലതാണ്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കുക്കീസാണ് ഇന്ന് ഉണ്ടാക്കണേ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കുക്കീസ് ചെയ്യണേ. ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക അതുപോലെ, എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ബട്ടർ നിങ്ങൾ കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് വേണം നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. ആവശ്യത്തിനുള്ള ലിക്വിഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണ്ടോ. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ബട്ടർ ഇത്തിരി കൂടുതലുള്ള മാതിരി തോന്നും. പക്ഷേ അത് ബേക്കായി വരുമ്പോൾ ശരിയായിക്കോളും. നമ്മൾ ബട്ടർ കുക്കീസ് അല്ലേ ഉണ്ടാക്കണേ, അതുകൊണ്ടാണ് ഇത്ര ബട്ടർ ചേർത്തത്. ഇതിപ്പോൾ നമ്മൾ കുക്കീസ് കഴിക്കുമ്പോൾ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുമ്പിലേക്ക് നിൽക്കൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം കുക്കീസ്. കണ്ടില്ലേ, ഇപ്പോൾ കയ്യിൽ ഒരു ഉരുള പോലെ ഇതുപോലെ എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നന്നായി മിക്സ് ചെയ്തിട്ടും മിക്സായി വരുന്നില്ല, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യം വരില്ല. ഇപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ മാത്രം ചേർക്കുക. ഇതിപ്പോൾ ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യണേ. അപ്പോൾ അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുക്കുക. അതിൽ ഒരു 2 തുള്ളി ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പേപ്പറിൽ എല്ലായിടത്തേക്കും ഓയിൽ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ കുക്കീസ് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലത്തെ അരിപ്പ എല്ലാവരുടെ വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ അരിപ്പയുടെ ഷേപ്പ് നമുക്ക് ആ കുക്കീസിൽ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് കൈൻ്റെ ഉള്ളിൽ വെച്ച് വെറുതെ പ്രസ് ചെയ്തെടുത്താലും മതി. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത് കാരണം ഇതധികം വലുതായി വരില്ല. അപ്പോൾ അധികം തിക്കല്ലാത്ത കുക്കീസ് ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത്. ഈ അരിപ്പയില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കിച്ചണിലുള്ള ഏത് ടൂൾസ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. കുക്കി കട്ടർ വെച്ചിട്ടാണെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓൾറെഡി ഞാൻ സ്റ്റൗ ടോപ്പിൽ ഉപ്പ് ചേർത്തിട്ട് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യണം, ഏത് പാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ പറയാത്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അറിയാത്തവരാണെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കാത്തത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് പാത്രം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ആ പാത്രത്തിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് സ്റ്റൗ ടോപ്പിൽ. അതുപോലെ നമുക്കിതിന് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 180 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും, എന്നാലും ഒരു അധികം സമയം കുക്ക് ചെയ്യേണ്ടി വരില്ല ഈ കുക്കീസ്. അപ്പോൾ അതുകൊണ്ട് ഒരു 180 ഡിഗ്രിയിൽ തന്നെ ഒരു 12 മിനിറ്റ് ആദ്യം ബേക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ പാത്രം പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഇതിലേക്ക് കുക്കീസ് വെച്ച് കൊടുക്കാം. ഞാൻ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഉപ്പാണ്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, ഉപ്പ് കളർ മാറിയോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഇരുമ്പ് പാത്രമാണല്ലോ, അപ്പോൾ ആ പാത്രത്തിൻ്റെയും കൂടി ഒരു കളർ വരുന്നുണ്ട് ഉപ്പിന്, അതുകൊണ്ടാണ്. അലുമിനിയം പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. എൻ്റെ ഇപ്പോൾ സ്റ്റീലായത് കാരണം എനിക്ക് കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും ബേക്കായി വരാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു എയർ ടൈറ്റ് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം നമുക്ക്.
ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് ബേക്ക് ചെയ്യാം. അതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയി, ബേക്കായി വന്നിട്ടില്ല. നല്ല തിക്നെസ് കുറവാണെങ്കിൽ 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം കൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം എന്തായാലും. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് ടോട്ടൽ 20 മിനിറ്റ് ആയി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന പാത്രവും നമ്മുടെ ഫ്ലെയിമും ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ എനിക്ക് 10 മിനിറ്റ് എടുത്തോളൂ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് 10 മിനിറ്റ് ആവണം എന്നില്ല. അപ്പോൾ അത് കാരണം 10 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. വെറുതെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ മാത്രം ഇടുക. ഇതിപ്പോൾ കണ്ടില്ലേ, ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇതുപോലെ പതുക്കെ ചൂടുണ്ടാവും. കുക്കീസ് ഇതുപോലെ ഒന്ന് മറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഞാനെടുത്ത ശർക്കരയ്ക്ക് ഇത്തിരി കളർ കൂടുതലായത് കാരണമാണ് ബാക്ക് സൈഡ് ഇങ്ങനത്തെ ഒരു ഡാർക്ക് കളറിലേക്ക് വന്നത്. ഇപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പൊട്ടിച്ച് നോക്കരുത്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് പൊട്ടിച്ച് നോക്കാനായിട്ട്. ഇപ്പോൾ ആകെ തണുത്ത മാതിരിയാവും ഇരിക്കുന്നുണ്ടാവുക. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കീസാണ്. എല്ലാവരും കണ്ടില്ലേ, സിമ്പിളാണ് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ. എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ആ കുക്കീസിൻ്റെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തന്നാൽ വലിയ സന്തോഷമായിരിക്കും. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്കതൊരു പ്രചോദനം കൂടിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ പേജിൻ്റെ FB മെസ്സഞ്ചറിൽ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ ചാനലിലും അതുപോലെ തന്നെ FB പേജിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.